പുരാതന കാലം മുതൽക്കേ തന്നെ സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും അഭിവൃദ്ധിയുടെയും ഈറ്റില്ലമായിരുന്നു പരുമല. പ്രസിദ്ധമായ പനയന്നാർക്കാവ് ക്ഷേത്രത്തിലെ കുളങ്ങളും ചരിത്രാവശിഷ്ടങ്ങളുമെല്ലാം പരുമലയുടെ ചരിത്ര പ്രാധാന്യം നമ്മെ വിളിച്ചറിയിക്കുന്നു. പമ്പാ നദിയുടെ തീരത്ത് തിരുവല്ല, ചെങ്ങന്നൂർ, മാവേലിക്കര, ഹരിപ്പാട് ഈ ചെറുപട്ടണങ്ങളുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ പുണ്യഭൂമിയുടെ കിഴക്കേ ഭാഗത്താണ് ഒരു കാലഘട്ടത്ത് അധികവും ജനവാസമുണ്ടായിരുന്നത്. വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പനയന്നാർക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്തു വന്നു. എന്നാൽ പരുമലയുടെ തെക്കു പടിഞ്ഞാറ് ഭാഗം അന്നത്തെ ദിവാൻജിയുടെ വകയായിരുന്നുവെങ്കിലും ഘോര വനഭൂമിയായിരുന്നു. വനത്തിനുള്ളിലെ കൈവഴികളിലൂടെ യാത്ര ചെയ്തിരുന്നവരെ കൊള്ളയടിച്ചും ഉപദ്രവിച്ചും കഴിഞ്ഞുവന്നവരുടെ ശല്യം സഹിക്കവയ്യാതെ വന്ന സാഹചര്യത്തിൽ ഈ ദുസ്ഥിതി അവസാനിപ്പിക്കുന്നതിനായി വനം വെട്ടിത്തെളിച്ച് ഒരു കൃഷിഭൂമിയാക്കി തീർക്കുവാൻ പ്രാപ്തനായ ഒരാളെ കൊല്ലം പേഷ്കാർ വഴി ദിവാൻ അന്വേഷണം ആരംഭിക്കുകയും സമീപ പ്രദേശമായ പാവുകരയിൽ താമസമായിരുന്ന അരികുപുറത്ത് കോരതുമാത്തൻ എന്നയാളെ ഒരു പാട്ട വ്യവസ്ഥയിൽ ഇവിടെ മേൽപ്പിച്ചു കൊടുക്കുകയും ഉണ്ടായി. കഠിനാധ്വാനിയായിരുന്ന കോരതുമാത്തൻ കാടുകൾ വെട്ടിത്തെളിച്ച് ഇവിടേക്ക് റോഡുകൾ നിർമ്മിച്ച് കൃഷി ആരംഭിച്ചു. ഇത് പരുമലയുടെ ചരിത്രമാണ്. എന്നാൽ ഇന്ന് പരുമലയെന്നാൽ മനുഷ്യ മനസ്സുകളിൽ ഒരു മുഖമാണ്. ചാത്തുരുത്തിൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത എന്ന പരുമല കൊച്ചു തിരുമേനിയുടെ മുഖം. കൊച്ചി മുളന്തുരുത്തിയിലെ പ്രശസ്തമായ പള്ളത്തട്ട കുടുംബത്തിന്റെ ഒരു ശാഖയായ ചാത്തുരുത്തി തറവാട്ടിലാണ് പരിശുദ്ധ തിരുമേനിയുടെ ജനനം. പള്ളത്തട്ട കുടുംബത്തിന്റെ പൂർവികർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സിറിയയിൽ നിന്നും ഇവിടേക്ക് കുടിയേറിയ രണ്ട് സഹോദരങ്ങളാണ്. ഇവർ പിറവം പള്ളിയോട് ചേർന്നുള്ള ഒരു സ്രാമ്പിയിൽ ആദ്യം താമസിച്ചിരുന്നതിനാൽ ഇവിടെ നിന്നും മുളന്തുരുത്തി പള്ളിക്ക് തെക്കുമാറി പുരയിടം നിർമ്മിച്ചപ്പോൾ സ്രാമ്പിക്കൽ എന്ന ഭവന പേര് സ്വീകരിച്ചു. പെരുമ്പടപ്പ് രാജാവിന്റെ വിശ്വസ്ത സേവകനായിരുന്ന അദ്ദേഹത്തിന്റെ ഭവനം രാജാവ് പ്രജാക്ഷേമത്തിനായി ഇറങ്ങുമ്പോഴുള്ള പ്രധാന വിശ്രമ കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു. ഈ സൗഹൃദത്തിന് സമ്മാനമായി രാജാവ് ദാനം ചെയ്ത ഭവനമാകയാൽ ഈ ഭവനത്തിന് പള്ളിത്തിട്ട് എന്ന പേര് കൈവന്നു. പള്ളിത്തിട്ട് എന്നത് കാലക്രമേണ പള്ളത്തിട്ട എന്നായി മാറി. കൊച്ചുമത്തായി മറിയം ദമ്പതികൾക്ക് ജനിച്ച ഐപ്പോര എന്ന ഓമന പേരുകാരനാണ് പിന്നീട് പരിശുദ്ധ പരുമല തിരുമേനിയായി മാറിയത്. തിരുമേനി ജനിച്ച ഭവനത്തിന്റെ അതേ സ്ഥാനത്ത് തന്നെ 1893 തിരുമേനിയുടെ ആശീർവാദത്താലും ഉപദേശപ്രകാരവും നിർമ്മിച്ച ഭവനമാണ് ഇന്ന് നാം കാണുന്ന ചാത്തുരുത്തി വീട്. 1848 ജൂൺ 15 ജനിച്ച ഗീവർഗീസ് മുളന്തുരുത്തി മാർത്തോമാ ശ്ലീഹ ദേവാലയത്തിലെ ഈ മാമോദീസ തൊട്ടിയിൽ നിന്നുമാണ് മാമോദീസ സ്വീകരിക്കപ്പെട്ടത്. 2 വയസ്സ് തികയും മുമ്പെയുള്ള മാതാവിന്റെ നിര്യാണത്തെ തുടർന്ന് മാതൃവാത്സല്യം നൽകി ഇദ്ദേഹത്തെ വളർത്തിയത് മൂത്ത സഹോദരി മറിയമായിരുന്നു. സമീപത്ത് തന്നെയുള്ള ഒരു കുടിപ്പള്ളിക്കൂടത്തിൽ ഹരിശ്രീ കുറിച്ച ഒച്ചൈപ്പോരയുടെ ആദ്യ ഗുരു ഓണക്കാവിലയ്യ എന്ന ആശാനായിരുന്നു. പിന്നീട് പുളിമൂട്ടിൽ മണി എന്ന ആശാന്റെ ശിഷ്യനായും വിദ്യാഭ്യാസം തുടർന്നു. ഈ കളരി നിലനിന്നിരുന്ന ഇടത്ത് ഇന്നൊരു കുരിശൻ തൊട്ടി നിലനിൽക്കുന്നു. തന്റെ ബാല്യത്തിലും യൗവനാരംഭത്തിലും പ്രാർത്ഥനകൾക്കും ധ്യാനത്തിനുമായി തന്റെ ജന്മഗൃഹത്തോട് ചേർന്നുണ്ടായിരുന്ന വനഭൂമിയായ തൂശിക്കുന്നുപറമ്പ് എന്ന ഇടം ഗീവർഗീസ് തെരഞ്ഞെടുത്തു. ഇവിടെ സമപ്രായക്കാരായ ബാലന്മാർക്ക് മതപഠന ക്ലാസുകൾ നൽകിയിരുന്ന ഇദ്ദേഹത്തിൽ നിന്നും വേദപഠനം നടത്തുവാൻ അന്ന് ഭാഗ്യം ലഭിച്ചവരെ അദ്ദേഹത്തിന്റെ ആദ്യ ശിഷ്യന്മാർ എന്ന് വിശേഷിപ്പിക്കാം. പ്രസ്തുത തൂശിക്കുന്നിലാണ് പെരുമ്പള്ളി പള്ളി സ്ഥിതി ചെയ്യുന്നത്. പിതാവായ കൊച്ചുമത്തായിയുടെ സഹോദരനും വൈദികനും മുളന്തുരുത്തി ദേവാലയത്തിൽ സ്ഥിരതാമസമാക്കി വൈദിക വിദ്യാർത്ഥികളെ സുറിയാനി ഭാഷ അഭ്യസിപ്പിച്ചിരുന്നതുമായ പള്ളത്തിട്ട ഗീവർഗീസ് മൽപ്പാൻ തന്റെ സഹോദരപുത്രനിലുള്ള ദൈവഭക്തിയുടെ നിറവുകൾ മനസ്സിലാക്കുകയും സുറിയാനി ഭാഷാ പണ്ഡിതനായിരുന്ന അദ്ദേഹം ഒച്ചൈപ്പോരയെ സുറിയാനി ഭാഷ അഭ്യസിപ്പിക്കുവാനും തുടങ്ങി. ശിഷ്യനിലെ അതിയായ പ്രാർത്ഥനാ ജീവിതം ദൈവവിളിയുടെ ലക്ഷണമായി കണ്ട ഗീവർഗീസ് മൽപ്പാൻ വൈദിക പഠനത്തിലേക്ക് ആനയിച്ചു.
ദൈവാനുഗ്രഹം നിറഞ്ഞു നിന്ന പള്ളത്തിട്ട കുടുംബത്തിലെ 18ാമത്തെ ദൈവവിളിയുണ്ടായ ആളാണ് കൊച്ചൈപ്പോര. അങ്ങനെ 1857 സെപ്റ്റംബർ 14 തന്റെ 10ാം വയസ്സിൽ കരിങ്ങാച്ചിറ ദേവാലയത്തിൽ വെച്ച് അന്നത്തെ മലങ്കരയുടെ മെത്രാപ്പൊലീത്തയായിരുന്ന പാലക്കുന്നത്ത് മാത്യൂസ് മാർ അത്താനാസിയോസിൽ നിന്നും കോറിയോ സ്ഥാനം സ്വീകരിക്കുകയും ചെയ്തു. 1863 പടർന്നു പിടിച്ച വസൂരി രോഗത്താൽ ഗീവർഗീസ് മൽപ്പാൻ മരണമടയുകയും വസൂരി രോഗബാധിതനായി തീർന്ന ഗീവർഗീസു ശമ്മാശൻ അത്ഭുതകരമായി രക്ഷപ്പെടുകയുമുണ്ടായി. ഗുരുവിന്റെ വേർപാടിനെ തുടർന്ന് പാമ്പാക്കുടയിലുള്ള തന്റെ സഹോദരി ഏലിയുടെ ഭവനമായ നെടുപാമ്പാക്കുടയിലെത്തിയ ശമ്മാശൻ കോനാട്ട് മൽപ്പാന്മാരുടെ കീഴിൽ ദൈവിക പഠനം ആരംഭിച്ചു. വൈദിക പഠനത്തിന് ഇന്നത്തേതുപോലെ സെമിനാരികളില്ലാതിരുന്ന ആ കാലത്ത് കോനാട്ട് ഭവനത്തിലായിരുന്നു മതപഠനം നടന്നുപോന്നത്. കൊച്ചു ശമ്മാശന്റെ ആദ്യ വൈദിക ഗുരുവായ കോനാട്ട് ഗീവർഗീസ് മൽപ്പാനാണ് പിന്നീട് ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്തയായി ഉയർത്തപ്പെട്ടത്. ഗുരുവിനോടുള്ള ആദരസൂചകമായി സ്വന്തം കൈപ്പടിയിൽ സുറിയാനി ഭാഷയിൽ എഴുതിയ ഒരു പുസ്തകം പാമ്പാക്കുട ലൈബ്രറിയിൽ ഇന്നും സൂക്ഷിച്ചിരിക്കുന്നു. 1864 യുയാക്കീം മാർ കൂറിലോസ് ബാവയിൽ നിന്നും കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ വെച്ച് ശംശോനപ്പട്ടം സ്വീകരിച്ച ശമ്മാശന് ഇതേ വർഷം തന്നെ അകപ്പറമ്പ് മാർ ഷാബോർ അഫ്രോത്ത് ദേവാലയത്തിൽ വെച്ച് വൈദിക പട്ടവും കോർ എപ്പിസ്കോപ്പ പദവിയും നൽകപ്പെട്ടു. പിന്നീട് തന്റെ ആധ്യാത്മിക ജീവിതത്തിന്റെ നിർവൃതിക്കായി മുളന്തുരുത്തി ദേവാലയത്തിന് സമീപത്തുള്ള വെട്ടിക്കൽ ഡയറായിൽ തിരുമേനി താമസം ആരംഭിച്ചു. AD 1100 1125 മധ്യേ സ്ഥാപിക്കപ്പെട്ടതായി ചരിത്രം വ്യക്തമാക്കുന്ന മുളന്തുരുത്തി ദേവാലയത്തിൽ നിന്നും ഇതേ കാലഘട്ടം തന്നെ ഒരു കൽക്കുരിശ് വെട്ടിക്കലിൽ സ്ഥാപിക്കുകയും 1200 ഒരു കുരിശുപള്ളി ഇവിടെ സ്ഥാപിതമാകുകയും ചെയ്തു. ഇതാണ് വെട്ടിക്കൽ ഡയറയായി രൂപാന്തരം പ്രാപിച്ചത്. വെട്ടിക്കൽ ഡയറ മലങ്കര സഭയുടെ ഇന്നത്തെ വടക്കൻ കേന്ദ്രത്തിലെ പരുമലയാണ്. ഭക്തനിരതനായിരുന്ന ഈ ആധ്യാത്മികന്റെ ദൈവീക ചൈതന്യത്തെക്കുറിച്ച് സമീപ പ്രദേശങ്ങളിലെങ്ങും പ്രചാരമായി തുടങ്ങി. ആബാലവൃദ്ധം ജനങ്ങളും പ്രാർത്ഥനകളിലും കുർബാനയിലും പങ്കുകൊള്ളുവാൻ ഡയറായിലെത്തിച്ചേർന്നു. 1872 ഏപ്രിൽ മാസം 7-ാം തീയതി ചാത്തുരുത്തിൽ ഗീവർഗീസ് കശീശ മുളന്തുരുത്തി മാർത്തോമൻ ദേവാലയത്തിൽ വെച്ച് റംബാനായി ഉയർത്തപ്പെടുകയുണ്ടായി. ഈ നാളുകൾ മുതൽ പൂർവാധികം കഠിനവ്രതങ്ങളിൽ മുഴുകിയ ഗീവർഗീസ് റംബാൻ തന്നെ കാണാനായി എത്തിയവരോട് സംസാരിക്കുവാൻ പോലും കഴിയാത്ത വിധം പ്രാർത്ഥനയിലും സുറിയാനി കയ്യെഴുത്ത് രചനകളിലും മുഴുകി വെട്ടിക്കൽ ഡയറായിൽ തന്നെ കഴിഞ്ഞുപോകും. അവിടത്തെ ഭക്തിനിർഭരമായ ജീവിതത്തിന്റെ പരിണിത ഫലങ്ങൾ ഇക്കാലം മുതൽക്കേ തന്നെ മറ്റുള്ളവർക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. അന്ത്യോക്യായിൽ നിന്നും 1875 മാർ ഇഗ്നാത്തിയോസ് പത്രോസ് തൃതീയൻ പാത്രിയർക്കീസ് ബാവ സമാധാന സന്ദേശവുമായി കേരളത്തിലെത്തുകയുമുണ്ടായി. 1876 മുളന്തുരുത്തി മാർത്തോമ ദേവാലയത്തിൽ വെച്ച് ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മലങ്കരയിലെ ആദ്യ മൂറോൻ കൂദാശ നടക്കുകയുണ്ടായി. കൂദാശയുടെ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രധാനി ചാത്തുരുത്തി കൊച്ചുറമ്പാനായിരുന്നു. മുളന്തുരുത്തി ദേവാലയത്തിൽ ഇന്നും സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഈ മൂറോൻ ആവശ്യമുള്ള ദേവാലയങ്ങൾക്ക് കൊടുക്കുവാൻ ആദ്യം അധികാരപ്പെടുത്തിയത് ഗീവർഗീസ് റംബാനെയായിരുന്നു. 1876 കൂടിയ ചരിത്ര പ്രശസ്തമായ മുളന്തുരുത്തി സുനഹദോസിൽ തിരുമേനിയുടെ നേതൃത്വത്തിൽ എഴുതിയുണ്ടാക്കിയ സഭാ നടപടികൾ തർജ്ജമ ചെയ്ത് അച്ചടിപ്പിക്കുകയും ചെയ്തു. ഇതാണ് മുളന്തുരുത്തി പടിയോല. 1876 ഡിസംബർ 10-ാം തീയതി പ്രസിദ്ധമായ വടക്കൻ പറവൂർ ദേവാലയത്തിൽ വെച്ച് പരിശുദ്ധ പത്രോസ് തൃതീയൻ പാത്രിയർക്കീസ് ബാവയിൽ നിന്നും റംബാൻ മെത്രാൻ സ്ഥാനം സ്വീകരിച്ചു. അന്ത്യോക്യയിൽ നിന്നും എത്തിയപ്പോൾ താൻ കൊണ്ടുവന്ന അംശവടി അധികാരത്തിന്റെ പ്രതീകമായി ബാവ തിരുമേനിക്ക് നൽകി. ആഗമാന സുറിയാനി സഭയിൽ യെറൂശലേമിന്റെ മെത്രാപ്പൊലീത്തമാർക്ക് സ്ഥാനനാമമായി നൽകി വന്നിരുന്ന മാർ ഗ്രിഗോറിയോസ് എന്ന നാമം ഗീവർഗീസ് റംബാന് നൽകപ്പെട്ടു. മലങ്കരയെ 7 ഭദ്രാസനങ്ങളായി ബാവ തിരിച്ചു. ഇതിലെ മാർത്തോമാ ശ്ലീഹയാൽ സ്ഥാപിതമായ നിരണം ഭദ്രാസനത്തിന്റെ ഭരണം തിരുമേനിയെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇതേ കാലയളവിൽ തന്നെ 5 പേർക്ക് കൂടെ മെത്രാൻ സ്ഥാനം നൽകപ്പെടുകയുണ്ടായി.
ഇവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ അന്ന് 29 വയസ്സ് മാത്രം പ്രായമുള്ള മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത ആയിരുന്നതിനാൽ അന്ന് അദ്ദേഹം കൊച്ചു തിരുമേനി എന്ന വാത്സല്യനാമത്തിൽ അറിയപ്പെട്ടു തുടങ്ങി. ബാവ അന്ത്യോക്യായിലേക്ക് മടങ്ങിയ ശേഷം കൊച്ചു തിരുമേനിയുടെ താൽപര്യപ്രകാരം 6 മെത്രാന്മാരും വെട്ടിക്കൽ ദേറായിൽ 40 ദിവസത്തെ പ്രാർത്ഥനാനിരതമായ ജീവിതം നയിച്ചു. അനന്തരം തിരുമേനിമാർ ഓരോരുത്തരും തങ്ങൾക്ക് നിയുക്തമായ ഭദ്രാസനങ്ങളിൽ ചുമതലയേറ്റു. മലങ്കര സഭയുടെ അന്നത്തെ അധികാരിയായിരുന്ന പുലിക്കോട്ടിൽ മാർ ദിവന്നാസിയോസ് മെത്രാപ്പൊലീത്തയുടെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായി പരുമല സെമിനാരിയുടെ ചുമതല കൂടി കൊച്ചു തിരുമേനിയെ ഏൽപ്പിക്കുകയുണ്ടായി. അപ്രകാരം പരുമല സെമിനാരിയിൽ താമസമാക്കി ചുറ്റുമുള്ള ഭദ്രാസനങ്ങളുടെ ഭരണം നടത്തുവാൻ തുടങ്ങിയ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത അങ്ങനെ പരുമല കൊച്ചു തിരുമേനിയായി മാറി. കർമാനുഷ്ഠാനങ്ങൾക്കായി സമീപത്തുതന്നെ കോരതുമാത്തൻ സ്വന്തം ചെലവിൽ നിർമ്മിച്ചു നൽകിയ ചെറിയ പള്ളി താൽക്കാലിക കെട്ടിടത്തിൽ നിന്നും നല്ലൊരു ദേവാലയമാക്കി പുതുക്കിപ്പണിതത് കൊച്ചു തിരുമേനിയാണ്. 1895 കൂദാശ നടത്തിയ ഈ ദേവാലയം വിശുദ്ധ പത്രോസ് പൗലോസ്ലീഹന്മാരുടെ നാമധേയത്തിൽ പണികഴിപ്പിച്ചതാണ്. ഇന്ന് സെന്റ് ഗ്രിഗോറിയോസ് മിഷൻ ഹോസ്പിറ്റലിനോട് ചേർന്നുള്ള ദേവാലയം പഴയ പരുമലപ്പള്ളിയുടെ അതേ മാതൃകയിൽ നിർമ്മിക്കപ്പെട്ടതാണ്. ദേവാലയത്തോട് ചേർന്ന് ഒരു സെമിനാരിയും തിരുമേനി സ്ഥാപിച്ചു. പരുമലവാസം തിരുമേനിക്ക് ധാരാളം ശിഷ്യഗണങ്ങളെ സമ്മാനിച്ചു. ഈ സമയങ്ങളിൽ സാത്താന്റെ സാമീപ്യത്തെ ആട്ടിപ്പായിച്ചതു മുതൽ തുമ്പമൺ പ്രദേശത്ത് പടർന്നുപിടിച്ച വസൂരി രോഗികളെ സുഖപ്പെടുത്തിയതുപോലെയുള്ള അത്ഭുത പ്രവർത്തനങ്ങൾ തിരുമേനിയുടെ സാമീപ്യം കൊണ്ട് പലർക്കും അനുഭവപ്പെട്ടു തുടങ്ങി. ഇന്ന് നാം കാണുന്ന പുത്തൻമുറിയും ഈ കാലത്ത് പണികഴിപ്പിച്ചതാണ്. നിരണം ഭദ്രാസന മെത്രാപ്പൊലീത്തയായി കൊച്ചു തിരുമേനിയെ വാഴിച്ചതിനു ശേഷം കോനാട്ട് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത കാലം ചെയ്തപ്പോൾ തുമ്പമൺ ഭദ്രാസനത്തിന്റെ ചുമതല കൂടി തിരുമേനിയുടെ അധികാരപരിധിക്കുള്ളിലായി. താമസിയാതെ തന്നെ കൊല്ലം ഭദ്രാസനത്തിന്റെയും അധികാരിയാവുകയും ചെയ്തു. അങ്ങനെ തെക്കുള്ള സകല പള്ളികളുടെ അധികാരവും കൊച്ചു തിരുമേനിയുടേതായി. എങ്കിലും പ്രധാന അധിവാസ കേന്ദ്രം പരുമല തന്നെയായിരുന്നു. 1889 ഫാദർ അൽവാറീസിനെ തിരുമേനി റംബാനായും മെത്രാപ്പൊലീത്തയായും ആശീർവദിച്ചുയർത്തുകയും മംഗലാപുരത്തിന്റെയും ബോംബെയുടെയും അധികാരം നൽകുകയും ചെയ്തു. 3 വർഷത്തിന് ശേഷം 1892 തിരുമേനിയും കടവിൽ പൗലോസ് മാർ അത്താനാസിയോസും അൽവാറിസ് മാർ യൂലിയോസിസും കൊളംബോയിലേക്ക് യാത്ര തിരിച്ചു. ഫ്രഞ്ച് പാതിരിയായിരുന്ന റിനി വിലാത്തിയെ റംബാനായും മാർ തിമോത്തിയോസ് എന്ന പേരിൽ മെത്രാപ്പൊലീത്തയായി ഉയർത്തുകയുമുണ്ടായി. ഈ യാത്രയിൽ കൊച്ചു തിരുമേനിക്ക് കമാൻഡർ ഓഫ് ദ ക്രൗൺ ഓഫ് തോൺസ് എന്ന ബഹുമതിയും ലഭിച്ചു. പരുമല ദേവാലയത്തിന്റെ കൂദാശ നടന്നതിന്റെ പിറ്റേന്ന് 1895 ജനുവരി 28 തിരുമേനിയും സംഘവും വിശുദ്ധ നാടുകൾ സന്ദർശിക്കുന്നതിനായി യാത്ര തിരിച്ചു. കപ്പൽ മാർഗമായിരുന്നു യാത്ര. കൊച്ചുപറമ്പിൽ വലിയ പൗലോസ് റംബാൻ, വട്ടശ്ശേരിയിൽ ഗീവർഗീസ് സുമൽപ്പാൻ, തെക്കൻ പറവൂർ തോപ്പിൽ ലൂക്കോസ് കോർ എപ്പിസ്കോപ്പ, തുമ്പമൺ കരിങ്ങാട്ടിൽ സ്കറിയ കത്തനാർ, കടമ്മനിട്ട ഗീവർഗീസ് കത്തനാർ, മലങ്കരയിൽ അന്നുണ്ടായിരുന്ന അന്ത്യോക്യായിൽ നിന്നും വന്ന പിന്നീട് മെത്രാപ്പൊലീത്തയായി വാഴിക്കപ്പെട്ട സ്ലീബാമാർ ഒസ്താത്തിയോസ് എന്നിവർ തിരുമേനിയോടൊപ്പം ഈ യാത്രയെ അനുഗമിച്ചവരാണ്. ഊർസ്ലേം യാത്രയ്ക്ക് ശേഷം യാത്രയെക്കുറിച്ച് പരുമല ദേവാലയത്തിൽ തിരുമേനി നടത്തിയ തക്കവചനം എന്ന പ്രസംഗം പ്രശസ്തമാണ്. ഈ യാത്രയെക്കുറിച്ച് തിരുമേനി